അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന ബില്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ ത്വഹിറാ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീന വറുക്അഇസ് സുജൂദ്. സദഖല്ലാഹു മൗലാനൽ അസീം. ഒരു തുള്ളി വെളിച്ചത്തിന്റെ അഭിവന്യരായ ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, ഉമ്മത്ത് മുഹമ്മദിയയുടെ ശരീഅത്ത് രൂപപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ സത്യത്തിൽ ഇഅ്തികാഫ് എന്നുള്ള ഈ ഒരു പുണ്യ കർത്തവ്യം ലോകത്ത് നിലവിലുണ്ട് എന്നുള്ളതിന് സാക്ഷ്യമാണ് വിശുദ്ധമായ ഖുർആനും തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തെ പരിശുദ്ധമായ ഹദീസുകളും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഒരു കൽപ്പന വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും നാം കൽപ്പിച്ചിരിക്കുന്നു, അൻ ത്വഹിറാ ബൈതി, അവർ രണ്ടുപേരും എന്റെ ഭവനങ്ങളെ വൃത്തിയാക്കാൻ, ശുദ്ധീകരിക്കാൻ. ആർക്കൊക്കെ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. ലിത്വാഇഫീന വൽ ആകിഫീന വറുക്അഇസ് സുജൂദ്. അവിടെ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്കും, കഅബ വിശുദ്ധമായ കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി, തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നവർക്കും, വൽ ആകിഫീൻ അവിടെ ഭജനമിരിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്കും എന്ന് വിശുദ്ധ ഖുർആൻ നിസ്കരിക്കുന്നവരുടെയും തവാഫ് ചെയ്യുന്നവരുടെയും കൂട്ടത്തിൽ തന്നെ എണ്ണിപ്പറയുന്നത് വൽ ആകിഫീൻ അവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്കും എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇഅ്തികാഫ് എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കർത്തവ്യമാണ്. അഥവാ ഉമ്മത്ത് മുഹമ്മദിയയുടെ ശരീഅത്ത് രൂപപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഇത്തരം കർത്തവ്യങ്ങളും ഇത്തരം കർമ്മങ്ങളും ഇസ്ലാമിൽ നിലനിന്നിട്ടുണ്ട്. അതിന്റെ മുമ്പുള്ള ശരീഅത്തിൽ പോലും ഇത്തരം ഈ പുണ്യമായ കർത്തവ്യത്തിന് ഓർഡർ കൊടുത്തതായിട്ട് വിശുദ്ധമായ ഖുർആൻ നമുക്ക് തെളിവാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ആശ്ലേഷണം നടത്തിയതിനു ശേഷം ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു നേർച്ചയുണ്ടായിരുന്നു. ഹബീബെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ഉമറേ നിന്റെ നേർച്ച? എന്താണ് നീ ഇത്തരം ഒരു നിർബന്ധ ബാധ്യതയായി ഏറ്റെടുത്തത് എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞാൻ ഒരു ഇഅ്തികാഫ് ഇരിക്കണമെന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. ഹബീബെ, ഞാൻ ഇസ്ലാമികാശ്ലേഷണം നടത്തിയിരിക്കുകയാണ്. എനിക്ക് ഇനി ആ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് എന്റെ നിർബന്ധ ബാധ്യതയാണോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കൊടുത്തത് ഔഫി ബിനദിരിക്, ഉമറേ, നിന്റെ നേർച്ച നീ പൂർത്തീകരിക്കണം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചെയ്ത നേർച്ചയാണെങ്കിൽ പോലും ഇഅ്തികാഫിന്റെ പുണ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നത്, നീ നിന്റെ നേർച്ചയെ പൂർത്തീകരിക്കണമെന്നാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിക നിയമങ്ങളും ശരീഅത്തുകളും രൂപപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഇഅ്തികാഫിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നാണ് ഹദീസുകളും ഖുർആനിക ആയത്തുകളും നമ്മെ മനസ്സിലാക്കി തരുന്നത്. സഹോദരങ്ങളെ, നിസ്കാരത്തിലെ തുമഅ്നീനത്തിനേക്കാൾ അല്ലെങ്കിൽ തുമഅ്നീനത്തിനോട് കിടപിടിക്കുന്ന ഒരു സമയം നിയ്യത്തോടുകൂടെ പള്ളിയിൽ ഒരാൾ ഇരിക്കുകയോ നിൽക്കുകയോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് കടക്കുകയോ ചെയ്താൽ ആ സന്ദർഭത്തിൽ അവന് ഇഅ്തികാഫിന്റെ കൂലി ലഭിക്കുമെന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. റമദാനിൽ മാത്രമല്ല ഏതൊരു സമയത്തും ഇഅ്തികാഫ് സുന്നത്താണ് എന്നാണ് ശാഫിഈ മദ്ഹബിലെയും മറ്റു പല പ്രമുഖരായ പണ്ഡിതന്മാരുടെയും ഏകാഭിപ്രായമെങ്കിൽ അതിന് വിരുദ്ധമായ ചില അഭിപ്രായങ്ങളും നിലവിലുണ്ട്.
അഥവാ റമളാനിൽ മാത്രമാണ് ഇഅ്തികാഫ് സുന്നത്ത് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് എന്നർത്ഥം. ഇഅ്തികാഫ് എന്നാൽ ഭജനമിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ ഒരു കാര്യത്തിന് വേണ്ടി ചടഞ്ഞിരിക്കുക, അള്ളാഹുവിന് അഭിമുഖം നടത്താൻ, അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ, അള്ളാഹുമായി സംസാരിക്കാൻ, നമ്മുടെ ഹൃദയശുദ്ധി വരുത്താൻ വേണ്ടി അള്ളാഹുവിലേക്ക് ചടഞ്ഞിരിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇഅ്തികാഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത്തഖല്ലുലു മിനൽ മുബാഹ്, അഥവാ ഹലാലായ കാര്യങ്ങളെപ്പോലും ചുരുക്കുക എന്നുള്ളതാണ്. വഇസ്ലാഹുൽ ഖൽബ്, ഹൃദയത്തിന്റെ നന്മ വരുത്തുക, ശുദ്ധി വരുത്തുക. അൽ-ഇൻഖിതാഉ താം ഇലൽ ഇബാദ, പരിപൂർണമായി ഇബാദത്തിലേക്ക് വേണ്ടി മുഴുകുക. അതിനപ്പുറം പണ്ഡിതന്മാർ എടുത്തു പറയുന്നു വഹിഫ്ളുസ് സിയാം, വ്രതങ്ങൾക്ക് നോമ്പുകൾക്ക് സംരക്ഷണം കൊടുക്കുക. പണ്ഡിതന്മാർ നോക്കൂ പറഞ്ഞത് ഇഅ്തികാഫിനെ വിശദീകരിക്കുന്നു, അത് എന്തിനൊക്കെയാണ് ലക്ഷ്യീകരിക്കുന്നത് എന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു ഹിഫ്ളുസ് സിയാം, നോമ്പിനെ ശുദ്ധീകരിക്കുക, നോമ്പിനെ സംരക്ഷിക്കുക. അപ്പോൾ നോമ്പും ഇഅ്തികാഫും അഭേദ്യമായ ബന്ധമുണ്ടെന്നർത്ഥം. സഹോദരങ്ങളെ, ഫത്ഹുൽ മുഈന്റെ മറ്റൊരു ഇബാറത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അൻവാറിന്റെ ഒരു ഉദ്ധരണി മുഹിമ്മത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫത്ഹുൽ മുഈൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അഥവാ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഫത്ഹുൽ മുഈൻ ഉദ്ധരിക്കുന്നത് യബ്തുലു സവാബുൽ ഇഅ്തികാഫി ബിശത്മിൻ ഔ ഗൈബത്തിൻ ഔ അക്ലി ഹറാം എന്നാണ്. അഥവാ എന്താണ് ഇഅ്തികാഫ് എന്നുള്ളതിനെ ലക്ഷ്യീകരിക്കുന്നതിന്, അഥവാ ഇഅ്തികാഫിന്റെ ആശയം എന്താണ് എന്ന് വിശദീകരിക്കുന്നത് പോലെയാണ് ഫത്ഹുൽ മുഈൻ മുഹിമ്മായ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇഅ്തികാഫിന്റെ പുണ്യം നഷ്ടപ്പെടും. യബ്തുലു സവാബുൽ ഇഅ്തികാഫി ബിശത്മിൻ, ആരെങ്കിലും വെറുതെ ആക്ഷേപിക്കൽ കൊണ്ട്, ഔ ഗൈബത്തിൻ, ഗൈബത്ത് പറയൽ കൊണ്ട്, ഔ അക്ലി ഹറാം, ഹറാമിനെ ഭക്ഷിക്കൽ കൊണ്ട്. ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാഹുൽ ഖൽബ് അഥവാ തഖല്ലുൽ മിനൽ മുബാഹ് എന്നുള്ളതിനൊക്കെ വിശദീകരിക്കുന്ന രൂപത്തിൽ ഫത്ഹുൽ മുഈൻ ഒരു ചുരുങ്ങിയ മറ്റൊരു രൂപത്തിലേക്ക് പറഞ്ഞതാണ്. ഈ ഗൈബത്ത് ഒരാളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഗൈബത്ത് പറയുകയോ ഹറാമായ വല്ലതും ഭക്ഷിക്കുകയോ ചെയ്താൽ തന്നെ നിന്റെ ഇഅ്തികാഫിന്റെ പുണ്യം നഷ്ടപ്പെടുമെന്ന് നമ്മുടെ ശാഫിഈ മദ്ഹബിലുള്ള ഗ്രന്ഥങ്ങൾ പോലും സമർത്ഥിക്കുമ്പോൾ ഇഅ്തികാഫ് എന്നുള്ളത് ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടിയാണ്. സുബ്ഹാനഹു വ തആല പരമാവധി ഖൈറിനെ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.